എന്റെ ലൈഫിൽ ഞാൻ സിനിമ ഷൂട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാട്ടുമ്പുറത്തുകാരി ആയതിന്റെ ആ ഒരു അതിൽ നിന്നൊന്നും എനിക്ക് സിനിമ എന്റെ ലൈഫിൽ പോലും ഇല്ലാത്തൊരു ആ സാഹചര്യം കാരണം നമ്മൾ അങ്ങോട്ടേക്ക് വന്നു, കണക്ഷൻ കിട്ടി, അങ്ങനെ ചാലക്കുടിയിലേക്ക് മാറിയപ്പോ തന്നെ ഞാൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. എന്റെ കുടുംബത്തിൽ ആര് തൊട്ടാലും എനിക്ക് ഇഷ്ടമല്ല. എന്റെ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ആ കൊച്ചിനെ അത് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെ അത് വിളിക്കുന്നു. എന്തിന് ഞാൻ എന്റെ വീട്ടുകാരെ ഒന്നും അങ്ങനെ ഫാമിലി ഒന്നും അധികം ഉൾപ്പെടുത്തില്ല. അന്ന് എനിക്ക് എന്റെ ഫാമിലി എന്റെ കൂടെ സപ്പോർട്ടാണ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം 1-2 വീഡിയോസ് ഞാൻ എടുത്തിടും. ഇവര് ഈ കാണുന്ന ആൾക്കാർക്ക് തെറി വിളിക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെ മുഴുവത്തോട് നിൽക്കുന്നു. ഇവർക്ക് എന്നെ വിളിക്കാം, നിങ്ങൾ എന്നെ വിളിക്കൂ. അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ എന്നെ വിളിച്ചതാ. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ ഇതുപോലെ ഒരു സംഭവം ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇത് ചെയ്യണം നിന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ചോദിക്കാം. അപ്പൊ ചോദിക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു വീട്ടിലെ ഫാമിലി കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല, നമുക്ക് ഈ പുലികളിയെ പറ്റിയും യൂട്യൂബിനെ പറ്റിയും ഫേസ്ബുക്കിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവിടെ വന്ന് ഇരുന്നപ്പോ തുടങ്ങിയ പെങ്കൊച്ച് ഇല്ല പണ്ടത്തെ കഥയും വീട്ടിലെ കാര്യവും അമ്മയും അച്ഛനെയും ഒക്കെ എടുത്ത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്, നിങ്ങൾ അമ്മയാണ്, നിങ്ങൾക്ക് എന്താണ്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു. കുറെ നേരം ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്താനൊക്കെ കൈകൊണ്ട് പറഞ്ഞു. ഇവര് ക്യാമറയുടെ മുന്നിൽ നമുക്ക് എന്ത് ഞാൻ പറഞ്ഞു അടിച്ചാൽ മോന്ത വിളിക്കുന്നു. ഒരു രാത്രി വരുമോ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ചേച്ചിനെ കണ്ടിട്ടാണ് ഇത്തരം ആളുകളോട് എങ്ങനെ പ്രതികരിക്കും? ഓ അന്നാച്ചി പിന്നെ വാ, അതെന്താ സംഭവം അറിയാം. ഞാൻ എന്ത് പ്രതികരിക്കാൻ, ഞാൻ എത്ര പ്രതികരിച്ചെന്ന് പറഞ്ഞാലും ഞരം പുരോഗമിക്കും എനിക്ക് മാറ്റാൻ പറ്റും. ഫാൻസ് ഉണ്ട് ഇഷ്ടം പോലെ, സൗണ്ട് പോലെ ഇൻബോക്സ് ഒക്കെ എടുത്ത് നോക്കാൻ തുറക്കാൻ വേണ്ടിയില്ല. ആരാധകരെ ചെറിയൊക്കെ വിളിക്കുകയും ചെയ്യും. പക്ഷെ ഇൻബോക്സിൽ വന്നിട്ടുണ്ടല്ലോ ഞാൻ പലർക്കും റിപ്ലൈ പോലും കൊടുക്കാറില്ല. എന്നാൽ നല്ല കമന്റ്സിന്റെ സപ്പോർട്ട് ആയിട്ട് വരുന്നവർക്കൊക്കെ അവരെ ആരെയും ഏൽപ്പിക്കാറുണ്ട്. അത് എന്റെ ഇഷ്ടമല്ലേ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിനെ അറിയില്ലാത്ത ആരാ ഉള്ളത്? ആരും അംഗീകരിക്കാതിരുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോ 100 പേര് ഒരുമിച്ച് നിന്ന് അത്രയും ആ 100 പേരുടെ കൂടെ സംസാരിക്കുകയാണെങ്കിൽ പുള്ളിയാണ് വാദിച്ച് ജയിക്കുന്നത്. അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ്. വെൽക്കം ടു സ്റ്റോറി സോ. സ്റ്റോറി സോയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയായ നിമിഷ ബിജോ ആണ്. വെൽക്കം ടു സ്റ്റോറി സോ. താങ്ക് യു. വാവ്, നിമിഷ ചേച്ചിയുടെ ഗ്രാമത്തിലാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. അതെ, എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. അതെ, ഭംഗിയുള്ള സ്ഥലവും ഭംഗിയുള്ള നാട്ടുകാരും ഭംഗിയുള്ള ആളും ഭംഗിയുള്ള ആളും. താങ്ക് യു. മോഡലിംഗ് അല്ലാതെ അല്ലെങ്കിൽ സിനിമ അല്ലാതെ എന്താണ് നിമിഷ ബിജോ? ആരാണ്? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കുടുംബിനിയാണ്. അതെ. അപ്പം ഞാൻ എന്താ പറയാ, ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ഇതാണ് നമ്മുടെ നാട്. ജനിച്ച് വളർന്നത് ഇവിടെയല്ല, കോട്ടയം ജില്ലയിൽ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിലായിട്ട് ശരിക്കും പറഞ്ഞത് വെട്ടിക്കുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. 18 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിലായിട്ട്. അപ്പം സാധാരണ വീട്ടമ്മയായിരുന്നു. വീട്ടമ്മയിൽ നിന്ന് മോഡലിംഗ് എന്നൊക്കെ വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ മോഡലിംഗ് എന്റെ ലൈഫിൽ പോലും ചെയ്തിട്ടില്ല. മോഡലിംഗ് അല്ല, സിനിമയിൽ അഭിനയിച്ചു, സീരിയൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഞാൻ വന്നത്. ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഫേസ്ബുക്ക്, ഇൻസ്റ്റ, പിന്നെ അവിടെ നിന്ന് പിന്നെ വെച്ചിട്ട് കേട്ടത്. സിനിമ എന്ന ഡ്രീം ആയിരുന്നു അല്ലേ എന്റെ ലൈഫിൽ? ഞാൻ സിനിമ ഷൂട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാട്ടുമ്പുറത്തുകാരി ആയതിന്റെ ആ ഒരു അതിൽ നിന്നൊന്നും എനിക്ക് സിനിമ എന്റെ ലൈഫിൽ പോലും ഇല്ലാത്തൊരു പിന്നെ ആ സാഹചര്യം കാരണം നമ്മൾ അങ്ങോട്ടേക്ക് വന്നു, കണക്ഷൻ കിട്ടി, അങ്ങനെ ചാലക്കുടിയിലേക്ക് മാറിയപ്പോ തന്നെ അങ്ങനെ സിനിമയിലേക്കുള്ള ഒരു വരവാണോ? സിനിമയിലേക്ക് വന്നത് ഞാൻ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ, കലവമണിച്ചേട്ടന്റെ അനിയൻ ആറിൽ. അപ്പൊ അവിടെ ഡാൻസ് പഠിക്കാൻ പോയപ്പം അവിടെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ മണിച്ചേട്ടൻ മരിച്ച സമയത്ത് മണിക്കൂടാരം ചാരിറ്റബിൾ സൊസൈറ്റി ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരുപാട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ റീൽസും ടിക്ടോക്കും ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് മമ്മി സെഞ്ചുറിന്റെ ഫിലിമാണ്, അവഞ്ചേഴ്സ് എന്ന് പറയുന്ന മൂവി ചെയ്തു. പിന്നെ നോ എവിഡൻസ് എന്ന് പറഞ്ഞൊരു മൂവി, അത് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 10-12 മൂവി ഞാൻ ചെയ്തു. ഇനി 3 റിലീസ് ആവാനുണ്ട്, 6 റിലീസായി. അതെ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റീസ് പരീക്ഷിക്കുന്ന ഒരാളാണ് അല്ലെ? അതിന്റെ ഒരു ഭാഗമായിരുന്നു കരാട്ടെ. അതെ, കരാട്ടയില് പർപ്പിൾ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കൊന്ന് ഒരു ഇഷ്ടം വരാനായിട്ട്? എങ്ങനെയായിരുന്നു? എന്റെ റോൾ മോഡൽ എനിക്ക് വാണി ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. റോൾ മോഡൽ പുള്ളിക്കാരിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരുടെ ആ ഒരു പലരും പറയാറുണ്ട് ഒരു പോലീസിന്റെ ഫോട്ടോ ഇട്ടപ്പോ തന്നെ വാണി ചേച്ചിയെ പോലെയാണ്. അപ്പൊ പുള്ളിക്കാരുടെ ആ ഒരു പവറും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ എന്നെ സംബന്ധിച്ച് ഹസ്ബൻഡ് എന്നോട് പറയും, നിനക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നോ നീ അതൊക്കെ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ ചെന്ന് ഡാൻസ് പഠിച്ചു, പാട്ട് പഠിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പഠിച്ചു. അങ്ങനെ കരാട്ടെ പഠിക്കാൻ വേണ്ടി പോയി. കരാട്ടെ പഠിക്കാൻ ചെന്നപ്പോ എന്നോട് ഫൈറ്റ് പഠിക്കാൻ പറഞ്ഞു. ആ സിനിമയിൽ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഫൈറ്റ് മാത്രമായിട്ട് നമുക്ക് പഠിക്കണ്ട, നീ ഒരു കാര്യം കരാട്ടെ ക്ലാസ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് അടിപൊളി രാശനെ കിട്ടി.
അപ്പൊ ബെന്നി ജേക്കബ് എന്നാണ് മാഷന്റെ പേര്. അങ്ങനെ കോട്ടയില് പഠിക്കാൻ പോയി. അങ്ങനെ പർപ്പിൾ ബെൽറ്റ് എടുത്തു. ഇനി വീണ്ടും ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് ഞാൻ ബ്ലാക്ക് എടുക്കണം എന്നുള്ള ഒരു. അത് മാത്രല്ല നല്ലൊരു പാട്ടുകാരിയാണ് ചെറുതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെക്കാട്ടി നല്ല പാട്ടുകാരിയല്ലേ? ഞാൻ ചെറിയൊരു പാട്ടുകാരിയാണ്, പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് പാടുന്നത് ഞാൻ അറിഞ്ഞായിരുന്നു, നല്ലൊരു പാടുന്നത്. അപ്പൊ പക്ഷെ ഇങ്ങോട്ടൊരു പ്രൊമോഷൻ തന്നപ്പോ അങ്ങോട്ടൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ രണ്ടുപേരും പാട്ട് കേട്ടാലോ? ഞാൻ നാടൻ പാട്ടേ പാടത്തുള്ളൂ കേട്ടോ, മണിച്ചേട്ടന്റെ പാട്ട് മാത്രം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ചാലക്കുടി ഭാഗത്താണ്. അതെ, എന്തായാലും മണിച്ചേട്ടന്റെ പാട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലികാരി മീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മതിയോ? അധികം വെറുപ്പിക്കണ്ടല്ലോ എന്നൊരു വിഷമമുണ്ട്. അല്ല, വേറെ പാട്ട് പിന്നെ പാടിത്തരാം. ഓക്കെ, വേറെ പിന്നാലെ എന്നാലും ഒന്ന് രണ്ടെണ്ണൊക്കെ കേൾക്കാം, സമയമുണ്ടല്ലോ അല്ലെ? അതെ. ഇനി സിനിമയിലേക്ക് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യണ മൂവി നോ എവിഡൻസ് ആണ്. അത് ഈ കഴിഞ്ഞ ദിവസമാണ്, ഒരു 2-3-4 ദിവസമാണ് റിലീസ് ആയത് കേട്ടോ. വർഷം കുറേ ആയി. അപ്പൊ നല്ല ഗുണ്ടുമായിരുന്നു, നല്ല സൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോഴത്തേനും ആദ്യമായിട്ട് ക്യാമറ ഒക്കെ കാണുമ്പോൾ ഒരു പേടിയും ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോ മമ്മിക്ക് എന്നോട് പറഞ്ഞിട്ട് പേടിക്കണ്ട, ആ സാറിനെ ഇങ്ങനെ ഒരു ഓഡിഷൻ പോലെ വിളിച്ചു. ഞാൻ ഹസ്ബൻഡും കൂടിയാണ് ചെല്ലുന്നത്. ചെന്നപ്പോ എന്നോട് ചോദിച്ചു അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, എന്നെ സാർ ഒരു വേഷം ഏൽപ്പിച്ചാൽ, ഒന്ന് ഷൂട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ, എന്നെ സാർ ഒരു വേഷം ഏൽപ്പിച്ചാൽ സാറ് ഞാനത് ഭംഗിയായിട്ട് ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ സാർ പറഞ്ഞു, നിന്റെ വിശ്വാസം ഉണ്ടല്ലോ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു വേഷം തരുന്നു അതിനകത്ത്. അപ്പൊ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ ക്യാമറ വെച്ചു, നമ്മൾ അഭിനയിച്ചു. സാർ പറഞ്ഞു തന്നു, നമ്മൾ ചെയ്തപ്പോ സാർ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അടുത്ത സിനിമയിൽ നായികയായിട്ട്, അവഞ്ചേഴ്സിൽ പുള്ളിയുടെ തന്നെ സിനിമയിൽ നായികയായിട്ട് എന്നോട് പറഞ്ഞു വണ്ണം നീ കുറയ്ക്കണം. വണ്ണം കുറയ്ക്കാതെ ഒരു കാര്യമില്ല, പോലീസ് ക്യാരക്ടറാണ്. എന്നോട് നായിക അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല, നല്ല ക്യാരക്ടറാന്നേ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പിന്നെ അന്ന് തുടങ്ങി ഡയറ്റ് ഒക്കെ ചെയ്ത് ഈ കരാട്ടെ അതിന്റെ കൂടെ പഠിക്കാൻ പോയി, ജിമ്മിലും പോയി വർക്കൗട്ട് ചെയ്തിട്ട് വണ്ണം കുറച്ചു. ആ സിനിമയിലൊക്കെ ഞാൻ ഒട്ടും വണ്ണം ഇല്ല. അത് കഴിഞ്ഞ് ഇപ്പൊ വണ്ണം പിന്നെയും വെച്ചു. അത് വേറെ കാര്യം, അത് തീറ്റയുടെയാ. അത് മറ്റേ നമ്മുടെ ചങ്കത്തികൾ എന്ന് പറഞ്ഞ ടുഡി ഷൂട്ട് ഉണ്ടായിരുന്നു, കള്ളിഷാപ്പിലെ ഷൂട്ട്. അത് നല്ല ഫുഡ് അടിയായിരുന്നു. ഷാപ്പിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞ പിന്നെ നമ്മളെ പിന്നെ വിട്ടു കൊടുക്കൂലല്ലോ. അപ്പൊ അതങ്ങനെ നല്ലപോലെ കഴിച്ചു. അങ്ങനെ കുറച്ച് വണ്ണമൊക്കെ വെച്ച് ഫിലിമിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ ഒരു ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അതിനുശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? എനിക്ക് നല്ല ധൈര്യം കിട്ടി. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ. അതപ്പോ നമ്മള് എന്റെ ഡാൻസ് ടീച്ചർ ജ്യോതി എന്ന് പറഞ്ഞ ചേച്ചിയാണ്, ടീച്ചറായിട്ട് പറയാൻ പറ്റും, എന്റെ വലിയ അയൽവക്കാർ തന്നെ എന്റെ ഡാൻസ് പഠിപ്പിച്ചത്. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറയും, നമ്മുടെ ഫ്രണ്ടില് നമ്മുടെ ലക്ഷ്യം മാത്രമേ നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ ഇത്രയും കാണികൾ ഇരിപ്പുണ്ടെങ്കിൽ അവരാരും ഒന്നുമില്ല, അവിടെ ആരും ഇല്ല. നമ്മൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ലക്ഷ്യം മാത്രം നമ്മൾ മുന്നോട്ട് നോക്കുക, അവിടെ ആരും അവിടെ ഇരിക്കുന്നില്ല, സ്റ്റേജിൽ ഇരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഡാൻസ് പ്രോഗ്രാം ആണെങ്കിൽ മുന്നോട്ട് പോയി ചെയ്യാന്ന് പറയും. അപ്പൊ ആ ഒരു മൈൻഡിലൊക്കെ നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞു എപ്പോഴും പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. എപ്പോഴും ഞാൻ പോസിറ്റീവ് എടുക്കും, നെഗറ്റീവ് ഞാൻ കളയും. നെഗറ്റീവ് കളഞ്ഞിട്ട് പോസിറ്റീവ് മാത്രം എടുക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോഴത്തേനും എനിക്കതിങ്ങനെ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ വെക്കും. പിന്നെ അപ്പൊ നമുക്കൊരു ധൈര്യമായി, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ധൈര്യമായി. പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് വന്നാൽ നേരിടാം, അല്ലെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. പിന്നെ കുടുംബം നമ്മുടെ കൂടെ നിൽക്കുന്നത്രയും കാലം നമുക്ക് വേറൊന്നും നോക്കാനില്ല എന്നുള്ള ഒരു ധൈര്യം. പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, വീട്ടുകാരുടെ സപ്പോർട്ട് ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോഴത്തേനും എനിക്കെന്താ പേടിക്കാനാ? സാധാരണ എല്ലാവർക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല, നമുക്കൊരു ഫ്രീഡം കിട്ടില്ല. ഇത് എനിക്കെല്ലാം ഉണ്ട്, പിന്നെ എനിക്ക് എന്തുകൊണ്ട് എവിടെ എത്തിപ്പെടാൻ പറ്റാത്ത. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും. അതുപോലെ ഫിലിമിലേക്ക് വന്നപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് നല്ല നല്ല സിനിമയില് കാസ്റ്റിംഗ് കൗച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനെ പറ്റി ഒന്നും താല്പര്യമില്ല. നമ്മൾ ചെയ്തേക്കുന്ന നല്ല കുഞ്ഞു കുഞ്ഞു സിനിമകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കണത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി തുക മുടക്കിയൊക്കെ ചെയ്തേക്കണ മൂവിയാണ്. അപ്പൊ വലിയ വലിയ സിനിമയിലൊക്കെ 1-2 കാസ്റ്റിംഗ് കൗച്ച് ഇങ്ങനെ വന്നപ്പോ തന്നെ എനിക്ക് അതിനെപ്പറ്റി താല്പര്യമില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവായി. അത് നമ്മുടെ ഇഷ്ടമാണ്, എടുക്കണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളോട് ചോദിക്കുക, നമുക്ക് വേണ്ടേ താല്പര്യമില്ല, അത് വിട്ടുകൊടുത്തേക്കാം. പിന്നെ അതിന്റെ പുറകെ നമുക്ക് അയ്യോ വേഷം തരണേന്ന് വിളിക്കാൻ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇനി എന്റെ ഒരു തീരുമാനം. അത് മാത്രല്ല ഇപ്പൊ ഒരുപാട് ലൈവുകള് ചേച്ചി ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഈ ലൈവ്സ് ഇടുമ്പോൾ ഒരുപാട് 10, 200, 250 ഉണ്ട്. അതെ, എണ്ണങ്ങൾ എത്രയാണ് വരുന്നത്. അപ്പൊ ഇത്തരം
ലൈവുകളിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പോസിറ്റീവ് ആണല്ലോ. നെഗറ്റീവ് കമന്റ് ഞാൻ തള്ളിക്കളയുള്ളൂ, പോസിറ്റീവ് ഞാൻ എടുക്കാറുള്ളൂ. പക്ഷെ അതേസമയം ഈ നെഗറ്റീവ് കമന്റ്സിനോട് ചേച്ചി പ്രതികരിച്ചും കണ്ടിട്ടുണ്ട്. ഉണ്ട്. അതെന്താണെന്നറിയോ, ഞാൻ അതെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, എന്റെ കുടുംബത്തിൽ ആര് തൊട്ടാലും എനിക്ക് ഇഷ്ടമല്ല. എന്റെ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ആ കൊച്ചിനെ അത് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെ അത് വിളിക്കുന്നു. എന്തിന് ഞാൻ എന്റെ വീട്ടുകാരെ ഒന്നും അങ്ങനെ ഫാമിലി ഒന്നും അധികം ഉൾപ്പെടുത്തില്ല. അന്ന് എനിക്ക് എന്റെ ഫാമിലി എന്റെ കൂടെ സപ്പോർട്ടാണ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം 1-2 വീഡിയോസ് ഞാൻ എടുത്തിടും. ഇവര് ഈ കാണുന്ന ആൾക്കാർക്ക് തെറി വിളിക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെ മുഴുവത്തോടുകൂടി നിൽക്കുന്നു. ഇവർക്ക് എന്നെ വിളിക്കാം, നിങ്ങൾ എന്നെ വിളിക്കൂ, എനിക്ക് കിട്ടിയത് പോരാ, ഇനി വന്നോളൂ എന്നാണ് പറയണത്. കിട്ടിയതൊന്നും പോരാ, തന്നോളൂ. പക്ഷെ വീട്ടുകാരെ എന്തിനു പറയണം, അവര് അവരുടെ ലൈഫായിട്ട് അവരിയ്ക്കട്ടെ. നമ്മൾ ജീവിക്കുന്ന തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അവര് നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് ഈ ചൊറിഞ്ഞ് ചില ആൾക്കാര് പ്രൊഫൈൽ ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് എന്തുകൊണ്ട് ഈ തെറി വിളിക്കുന്ന നേരം പറയും ഈ വിളിക്കുന്ന ആൾക്കാരെ വീട്ടിലെ പെണ്ണുമ്പിള്ളമാരെ നോക്കാനായിട്ട്. അവരെ നോക്കിക്കഴിഞ്ഞാല് അതിന്റെ ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. നമ്മുടെ ലൈഫായിട്ട് നമ്മൾ ജീവിക്കും, അവര് അവരുടെ ലൈഫിൽ അവർ ജീവിച്ചോട്ടെ. നമ്മളിപ്പോ ആരെയും അവരുടെ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചോണ്ട് വരുന്നില്ല. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു ഇപ്പൊ റീസെന്റ് നടന്ന ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇന്റർവ്യൂ. അതിൽ ചേച്ചി തെറി വിളിച്ച് ഇറങ്ങിപ്പോയ ആ ഒരു, അത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് അല്ലടാ. അതെന്താ സംഭവം എന്നറിയോ, അവരെന്നോട് പറഞ്ഞു ചേച്ചി ഇതുപോലെ എന്നെ വിളിച്ചതാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ ഇതുപോലെ ഒരു സംഭവം ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇത് ചെയ്യണം, നിന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ചോദിക്കാം. അപ്പൊ ചോദിക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു വീട്ടിലെ ഫാമിലി കാര്യങ്ങളോ ഒന്നും ചോദിക്കൂല, നമുക്ക് ഈ പുലികളിയെ പറ്റിയും യൂട്യൂബിനെ പറ്റിയും ഫേസ്ബുക്കിനെ പറ്റിയും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അവിടെ വന്ന് ഇരുന്നപ്പോ തുടങ്ങിയ പെങ്കൊച്ച് ഇല്ല പണ്ടത്തെ കഥയും വീട്ടിലെ കാര്യവും അമ്മയും അച്ഛനെയും ഒക്കെ എടുത്ത്, നിങ്ങൾ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്, നിങ്ങൾ അമ്മയാണ്, നിങ്ങൾക്ക് എന്താണ്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു. കുറെ നേരം ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്താനൊക്കെ കൈകൊണ്ട് പറഞ്ഞു. ഇവര് ക്യാമറയുടെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അടിച്ച് ഞാൻ മോന്ത വിളിക്കുന്നു. ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല എന്റെ വീട്ടില് കുടുംബത്തെ തൊട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്നതാണ് എന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് വന്നിട്ട് എന്നെ പറയും നിങ്ങൾ കല്യാണം കഴിച്ചൊരു അമ്മയല്ലേ, എന്റെ അമ്മമാർക്ക് എന്താ ചെറിയ ഡ്രസ് ഇട്ടാ എന്താ വേദന എടുക്കുവോ, അല്ലെങ്കിൽ ഇപ്പൊ പ്രായമുണ്ടോ. ഇപ്പൊ നമുക്ക് ഒരു കോസ്റ്റ്യൂം ഇടണമെങ്കിൽ എന്താ പറയാ 40 വയസ്സിന് മുകളിലായി കഴിഞ്ഞ സ്ത്രീക്ക് ഇന്ന കോസ്റ്റ്യൂം ഇടാൻ പാടുന്ന ഡ്രസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടോ. എനിക്കിപ്പോ വിക്കിരി ഇടേണ്ടി വന്നാൽ ഞാൻ ഇടും, അത് എന്റെ ഇഷ്ടമാണ്. ആർക്ക് എന്നോട് ചോദിക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഒരു മാസം 7 ലക്ഷം രൂപയോ 8 ലക്ഷം രൂപ അങ്കുട്ടിലേക്ക് ഇട്ടതായിട്ടേക്ക് ഞാൻ വീട്ടിലിരിക്കും, ഒരു പഠിക്ക് പോകാൻ ഞാൻ എന്റെ കാര്യം നോക്കിയിരുന്നോളാം. പക്ഷെ ആ ഒരു വീഡിയോ ചേച്ചി കൊളാബറേറ്റ് ചെയ്ത് കണ്ടിരുന്നു. അപ്പോഴാണ് എനിക്കൊരു അതിനോട് ചോദിച്ചായിരുന്നു സംഭവം ഇട്ടോട്ടേന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി പോന്നപ്പോ എന്നോട് പറഞ്ഞു നിമിഷം ഇങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ട്, അത് ഇടുന്നതിന് കുഴപ്പമുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകുന്നതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇട്ടോളം പറഞ്ഞു. അങ്ങനെ വിളിക്കുന്നത് കേട്ടത് ഒച്ചത്തിലേക്ക് വിളിക്കേണ്ടി വരും ചില സമയത്ത്. എങ്ങനെ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ വന്നപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആണ്, അതെ, നല്ല ബോൾഡാണ്. എന്ത് വന്നാലും ഇങ്ങനെ മരം പോലെ നിൽക്കും, ഒരു കുഴപ്പമില്ലാണ്ട്. എന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വന്നിട്ടുണ്ട്. ഇല്ല കമന്റ്സ് അല്ല, എല്ലാവരും കമന്റ്സ് ആണ് വായിക്കുന്നത്. പക്ഷെ ഇവിടെ രസകരമായിട്ടുള്ള കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. അപ്പൊ ഈ മരം പോലെ നിൽക്കുന്ന ആള് പോലെ അലിയുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മിണ്ടിയാൽ ഉടനെ പൊട്ടുന്നത്. നിമിഷ ബിജോ. സൂക്ഷിച്ച് കണ്ടോളൂ ഉത്തരവുകൾ ഞാൻ പറയുള്ളൂ, വളരെ ആലോചിച്ച് തീരുമാനിച്ചു. ഇതില് എന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറയുക എന്നതാണ് ടാസ്ക്. മിണ്ടിയാൽ ഉടനെ പൊട്ടുന്നത് ഞാനല്ല, അല്ലല്ല ചേച്ചിയല്ല. അതെന്താണത്? മിണ്ടിയാൽ ഉടനെ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയാണോ അത്? മിണ്ടിയാൽ ഉടനെ പൊട്ടുന്നത്. എനിക്ക് പൊതുവെ ഈ കുസൃതി ചോദ്യം അത്ര തലയിൽ ക്ലിക്ക് ആവുന്ന ഒരാളല്ല. എന്തായാലും ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ മിണ്ടിയാൽ ഉടനെ പൊട്ടുന്നത്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ഇതിന്റെ ഒരു ക്ലൂ പറഞ്ഞു തരാനായിട്ട്, അത് ഉത്തരവാണോ ക്ലൂ? നമ്മളിങ്ങനെ ചില സങ്കടഘട്ടങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും ചിലപ്പോ പോവാനായിട്ട് സാധ്യത. അയ്യോ, ഇങ്ങനെ ഇരിക്കും നമ്മള്, ഇങ്ങനെ ഇരിക്കും. സന്തോഷം, സങ്കടം, ദേഷ്യം ഒന്നുമല്ല. ദേഷ്യം അല്ല, ഇല്ലടാ എനിക്കറിയില്ല. അതൊക്കെ വരുമ്പോ ചിലപ്പോ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. തോറ്റെങ്കിൽ ഞാൻ പറയും. പറഞ്ഞു മൗനം. ഓ ഇഷ്യൂ, ദേഷ്യം സങ്കടം ഒക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ മൗനം മാത്രം പറഞ്ഞു. മൗനം മാത്രം പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പെണ്ണുങ്ങൾക്ക് 2ഉം ആണുങ്ങൾക്ക് 1ഉം ഉള്ളത് എന്താണ്? അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ചിരിക്കും. അതൊന്നല്ല, എന്റെ ഒരു ആഗമനം ശരിയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സംഭവം അതാണ്. പക്ഷെ അല്ലേ ഇത് എത്ര വട്ടം കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളും കേട്ടിട്ടുണ്ട്. അവിടെ ഞാൻ തോറ്റുപോയിരിക്കുന്നു.
അടുത്തത് കേട്ടോ. ഓക്കെ. അടുത്തത് തൊടും തോറും ചെറുതാകുന്നതെന്ത്? എന്താണ് മൊത്തം നെഗറ്റീവ് ആണല്ലോ. പോസിറ്റീവ് എവിടെയും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു പോസിറ്റീവ് ആൻസർ ആണ് എനിക്ക് കിട്ടിയത്. എന്താണ് തൊടും തോറും ചെറുതാവുന്നത്? തൊടും തോറും ചെറുതാകുന്നത് എന്ത്? തൊടും തോറും ചെറുതാവുന്നത് മറ്റേ ഒച്ചാണോ? ഒച്ചല്ല. തൊട്ടാവാടിയൊന്നും അല്ലല്ലോ. ഇല്ല, എനിക്കറിയില്ല. പെൻസിൽ. അതെങ്ങനെ തൊടും തോറും ചെറുതാവണേ? അത് ഡയറക്ടറോട് ചോദിക്കേണ്ടി വരും. കിട്ടിയോ ചോദ്യം കൊണ്ട് വന്നേക്ക. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അതൊരു ചെറിയൊരു നെഗറ്റീവ് ആണ്. രാത്രി മാത്രം ഉപയോഗിക്കുന്നതും പകൽ ഒളിച്ചു വെക്കുന്നതുമായ വസ്തു എന്ത്? ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാതിരി ചോദ്യം. രാത്രി മാത്രം ഉപയോഗിക്കുന്നതും കൊച്ചു കളി. രാത്രി മാത്രം ഉപയോഗിക്കുന്നതും പകൽ ഒളിപ്പിച്ചു വെക്കുന്നതോ? അധികം കാടി കയറണ്ട. അല്ല, ആലോചിക്കണ്ടേ. രാത്രിയിൽ നമ്മൾ ദിവസം ഉപയോഗിക്കും. രാവിലെ നമ്മളിത് മെജോറിറ്റി ഉപയോഗിക്കാറില്ല. ബ്രഷ് ഒന്നും അല്ലല്ലോ. അല്ല, രാത്രിയിൽ ചില ആൾക്കാർ ബ്രഷ് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞേ. രാവിലെ ബ്രഷ് ചെയ്യല്ലോ. രാവിലെ തോറ്റു. പുതപ്പ്. എന്റെ ദൈവം. അപ്പൊ പകല് പൊതച്ച് കിടന്ന് ഉറങ്ങണം തോന്നി. അത് ഡയറക്ടറോട് ചോദിക്കും. പൊതക്കാൻ പാടില്ല പറയണ ഡയറക്ടർ. എന്റെ പൊന്നെ. അടുത്തതായിട്ട് ഞാൻ അങ്ങനെ തോറ്റ് പിന്മാറാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. അല്ല, ഇതെന്താ നിങ്ങൾ മനഃപൂർവ്വം മനഃപൂർവ്വം പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇടുമ്പോ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. കൈച്ചെയിൻ, വള. വളയല്ലേ? വള. ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അഥവാ എനിക്ക് കുറെ ഇങ്ങനെ കേട്ട് മറിഞ്ഞു പോയിട്ടുണ്ട്. അതെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്രൂശിച്ചതുപോലെ. അല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഉണ്ട്, നല്ലപോലെ ഉണ്ട്. എനിക്ക് എന്റെ ഭാഗത്തും ഉണ്ട്. ഒരാവശ്യമില്ലായിരുന്നു. കേൾക്കണ്ട, നമ്മൾ മാത്രം മതി. പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും ആരും കാണാതെ ചെയ്യുന്ന ലിപ് ലോക്ക്. ഇപ്പൊ ഇതൊക്കെ എല്ലാവരും മുന്നിൽ വെച്ചൊക്കെ ചെയ്യും. ഞാൻ ചെയ്യാറൊന്നുമില്ല. നിങ്ങളുടെ എനിക്കറിയില്ല, ഞാൻ ചെയ്യാറില്ല. ഞാനും ചെയ്യാറില്ല. എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ രഹസ്യമായി ചെയ്യുന്നത്. അല്ല, സത്യത്തിൽ ഞാനാണ് ആങ്കർ. നിങ്ങൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടല്ലേ? എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. ചെറിയ എന്താണ്? പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യം. രഹസ്യം. അതെന്താ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയാ മതി. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് പൊതുവേ ഈ കുസൃതി ചോദ്യത്തോടു കൂടി എനിക്ക് അത്ര വലിയ സംഭവം ഉള്ള ആളല്ല ഞാൻ. പിന്നെ കാളകിടക്കും കയറോടും മത്തങ്ങ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഇല്ല, താങ്കൾ തന്നെ പറയും. അതല്ലേ, ഞാൻ തോറ്റു. വോട്ട്. എന്ത് വോട്ട്? ഒരെണ്ണെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ രീതിയാണ്. എന്നിട്ട് അതിന്റെ കൂടെ ലിപ് ലോക്കും ചെയ്യാറുണ്ട്. ചിലരൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഞങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അല്ലടാ, അടുത്ത ചോദ്യം. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, അതെന്റെ തെറ്റാണ്. കഴിഞ്ഞു, ഈ സെഗ്മെന്റ് അവസാനിച്ചിരിക്കുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അപ്പൊ നമ്മുടെ ഗെയിം ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. സന്തോഷം. ഓക്കെ, എത്ര പെട്ടെന്ന് നീ അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി എന്നുള്ളത് എനിക്ക് മനസ്സിൽ നിന്നും മുഖത്ത് നിന്നും മനസ്സിലാക്കുന്നുണ്ട്. പറയാതെ പറഞ്ഞു. അതെ, ചേച്ചിയുടെ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഇനി ഒരു ഇന്റർകാസ്റ്റ് മാരേജ് നമ്മുടെ മക്കള് വളർന്നു വരികയാണ്. അവരൊരു ഇന്റർകാസ്റ്റ് മാരേജിലേക്ക് പോവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചേച്ചി അതിനെ? എന്റെ മോൾ ഇപ്പൊ +1 ആയിട്ടുള്ളൂ, മോൻ 7ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്, അവര് തീരുമാനിക്കട്ടെ. ഇപ്പൊ ഞാൻ അതിനെ എതിർക്കോ? അതിനെ എന്താ ഞാൻ പറയാ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടമാണ്. അതെ, അവര് ജീവിക്കുകയാണ്, അവര് ജീവിക്കട്ടെ.
ഞാൻ പൊതുവേ എന്റെ മക്കളുടെ കാര്യമൊന്നും അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂവിലും കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത്തരം മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടുന്നുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മോഡേൺ ആണ് കാണിച്ചു വരുന്നത്. അപ്പോ ഇതൊക്കെ ശരിക്കും ഒരു മറ്റുള്ളവരിലേക്ക് ആകർഷണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലാണ്ട് പിന്നെ കുറച്ച് സംഭവങ്ങൾ അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ ഗ്ലാമർ ആയിട്ടിരിക്കുമ്പോ എനിക്ക് വീട്ടിൽ നിന്നിട്ടാ പോരുന്ന, പിന്നെ ആരും കാണാൻ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ല കുശുമ്പ് വരും. അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് കുശുമ്പ് അനുഭവിക്കുക. ഞാൻ പോണ് KPSC ആന്റിയില്ലേ, ആ വാതിലൊക്കെ തുറന്നിട്ട് പോയി ഓടി വന്നിട്ട് കാതടിച്ചിട്ട് കരയണം, അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യല്ല. ഇപ്പൊ എന്താ പറയും ഇതിനൊക്കെ? ഞാൻ പോണടാ, എനിക്ക് വയ്യ, കഴിഞ്ഞില്ല. അല്ല ഗായ്സ്, ഞാൻ പറയുന്നത് തെറ്റാണോ ഗായ്സ്? ഗ്ലാമർ ആയിട്ട് വേഷം ഇടുമ്പോ വീട്ടിൽ ഇരുന്നിട്ടാ പോരെ, ആരും കാണാൻ ഇടുവാണെങ്കിൽ. കാണാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇടുന്നത്. ശരിയാണ്. അല്ല, അത് ശരിയായിരുന്നു, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോഡേൺ വേഷങ്ങൾ ഇട്ടിട്ടുള്ള ലൈവുകളിലും മറ്റുമൊക്കെ ഒരുപാട് കമന്റ്സുകൾ കണ്ടിരുന്നു. റേറ്റ് എത്രയാണ്, ഒരു രാത്രി വരുമോ, മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ചേച്ചിനെ കണ്ടിട്ടാണ്. ഇത്തരം ആളുകളോട് എങ്ങനെയാ പ്രതികരിക്കണം? എന്താ പറയാ, അണ്ണാച്ചി പിന്നെ അതെന്താ സംഭവം അറിയാ? ഞാൻ എന്ത് പ്രതികരിക്കാനാ? ഞാൻ എത്ര പ്രതികരിച്ചെന്ന് പറഞ്ഞാലും ഞരമ്പ് രോഗികൾ എപ്പോഴും ഞരമ്പ് രോഗികൾ, അത് പിന്നെ എനിക്ക് മാറ്റാൻ പറ്റും. ഫാൻസ് ഉണ്ട് ഇഷ്ടം പോലെ, ഷവർ പോലെ. ഇൻബോക്സ് ഒക്കെ എടുത്ത് നോക്കാൻ, തുറക്കാൻ വേണ്ടി എപ്പോഴാണ് ഇതൊക്കെ പറയാൻ ചെയ്യും, തെറിയൊക്കെ വിളിക്കുകയും ചെയ്യും. പക്ഷെ ഇൻബോക്സിൽ വന്നിട്ടുണ്ടല്ലോ, മോളെ സുഖിപ്പീരെന്നൊക്കെ അല്ല, ചോദിക്കാലോ, ഒരു ഡൗട്ട് ചോദിച്ചതാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലർക്കും റിപ്ലൈ പോലും കൊടുക്കാറില്ല. എന്നാൽ നല്ല കമന്റ്സ് സപ്പോർട്ട് ആയിട്ട് വരുന്നവർക്കൊക്കെ അവരെ ആരും ഞാൻ വെറുപ്പിക്കാറില്ല. പിന്നെ ഈ എന്താ പറയാ, അവരോട് ഇപ്പൊ എന്താ പറയാ, എന്ത് പറഞ്ഞിട്ടും കാര്യം, ഞാൻ നന്നാവൂല. ഒരുപാട് കുലസ്ത്രീകള് അവരോട് എന്താ പറയാനുള്ളത്? കുലസ്ത്രീ എപ്പോഴും കുലസ്ത്രീ, മോഡൽസ് എപ്പോഴും മോഡൽസാ. അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവൂല. കുലസ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ ഈ വീട്ടിൽ ഇരുന്നു കൊണ്ടിട്ടാണ് സകല കള്ളത്തരവും കാണിക്കുന്നത്. ഞാനൊക്കെ എന്ന് വെച്ചാല് എന്താ അത് പറഞ്ഞിപ്പിച്ചു, അല്ല ഞാനേ മിണ്ടില്ല, അതാണ് ഏറ്റവും നല്ലത്. ചേച്ചി, ഞാൻ ഓൾറെഡി ഇതാണ് എന്റെ കോസ്റ്റ്യൂം, എന്റെ എല്ലാ ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ടാവും. എന്റെ പ്രൊഫഷണൽ ആയാലും ഞാൻ ഈ കോസ്റ്റ്യൂം, പക്ഷെ അങ്ങനെ ഒരിക്കലും ആവരുത്. പുതിയ മോഡലിലേക്ക് തളർന്നു പോകും. എനിക്ക് മാത്രമേ പറ്റൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുണ്ട്, ഇരുമ്പിന്റെ ശക്തിയും. പക്ഷെ ആഗ്രഹമുണ്ട്, അതായത് ഇഷ്ടമുള്ള വേഷം ഇടണം, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം. എന്താണെന്നറിയോ, പല പെൺപിള്ളേരുടെ ആഗ്രഹമാണത്. പലർക്കും ഇപ്പൊ എന്താ പറയാ, ചെറുപ്പത്തിലെ ഒന്നും ഇട്ട് നടക്കാൻ, എനിക്കൊന്നും അങ്ങനെ ഇട്ട് നടക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്റെ ഈ നാട്ടുപുറം തന്നെ കണ്ടാൽ പറയും, ഇവിടെ ഇപ്പൊ എല്ലാവരും സാധാരണ ചേച്ചിമാർ, സാധാരണ ഫാമിലിയാണ് എല്ലാവരും, വലിയ ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും സാധാരണ ഫാമിലീസാ. അപ്പൊ ഈ ചുരിദാറ്, പട്ടുപാവട, ഇതിൽ നിന്നൊരു മോചനമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ആൾക്കാരെ കാണേണ്ടി വരുന്നു, സംസാരിക്കേണ്ടി വരുന്നു. പിന്നെ കൊച്ചിലേക്ക് മാറി കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്നും ആരോടും എന്താ പറയാ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫൊന്നും നമുക്ക് കളയാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഇടാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രായം, പക്ഷെ ഞാൻ അപ്പോഴും ഇടും, അത് വേറെ കാര്യം. ഇതൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നോളൂ, ഇതാണ് കൂടുതൽ പ്രചോദനം എന്നാണ് പറയണത്. അത് നമുക്ക് മൈൻഡ് ചെയ്യാൻ എനിക്ക് നേരമില്ല. ഞാൻ പറഞ്ഞ പോസിറ്റീവിന്റെ പുറകെ പോകുന്നത്. നെഗറ്റീവ് ഇപ്പൊ നമുക്ക് ഒരു ലക്ഷ്യത്തെത്തണമെങ്കിൽ ഒരിക്കലും ഫുൾ സപ്പോർട്ട് ഒന്നും നമുക്ക് ഏതൊരു ഫീൽഡിലും കിട്ടുമോ? ഇപ്പൊ ഏത് ഫീൽഡിലായിക്കോട്ടെ, ഒരു ഫീൽഡിലും കിട്ടൂല. എപ്പോഴും പോസിറ്റീവ് ഉണ്ടാവും. പക്ഷെ നമ്മള് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ നെഗറ്റീവ് എന്നുള്ളൊരു കാര്യത്തിൽ, ശരിയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂവി, അത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ആതിരയുടെ അത് എന്റെ ഇഷ്ടമല്ലേ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിനെ അറിയില്ലാത്ത ആരാ ഉള്ളത്? അതെ, ആരും അംഗീകരിക്കാതിരുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോ 100 പേര് ഒരുമിച്ച് നിന്ന് അത്രയും ആ 100 പേരുടെ കൂടെ സംസാരിക്കുകയാണെങ്കിൽ പുള്ളിയാണ് വാദിച്ച് ജയിക്കുന്നത്. അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പോയി നമ്മള് സാറിനോട് പറഞ്ഞതുപോലെ. അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ വലിയ മൂവി എന്ന് പറഞ്ഞാല് ഈ ലൊക്കേഷൻ ഒന്നും പ്ലാൻ ചെയ്തും അല്ലെങ്കിൽ ക്യാരവാനോ അങ്ങനെ ഒന്നുമില്ല. അവർ 5 ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന മൂവിയാണ്. അപ്പൊ നമുക്ക് ആളിറങ്ങുമ്പോൾ
പുറത്തൊക്കെ പോയാലും ഫ്രണ്ട്സിന്റെ വീടുണ്ട്, അങ്ങനെ ചോദിച്ച് ആ വീട്ടിൽ ഷൂട്ട് ചെയ്യണു. അപ്പം സാധാരണ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, അങ്ങനെ എല്ലാവരും ഓൺ കോസ്റ്റ്യൂം എടുക്കുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ വലിയ ക്രൗഡോ കാര്യങ്ങളോ, സാധാരണ ക്യാമറമാനോ അങ്ങനെ ഒരു എല്ലാം കൂടി ഒരു 8 പേര് അത്രേ ഉള്ളൂ, 7-8 പേരേ ഉള്ളൂ ക്രൗഡായിട്ട്. അങ്ങനെ തന്നെ നമുക്ക് പോകുമ്പോ ആ പുള്ളിയുടെ പറ്റിയിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ വീട് സംഘടിപ്പിച്ച് തരും, അവിടെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എനിക്ക് ഞാനും സിമ്പിൾ ആണ്. എന്താ പറയാ, എന്നെ സംബന്ധിച്ച് ഞാനും ഈ സാധാരണ ഫാമിലി എനിക്കും അത് ഞാൻ വിചാരിച്ചു എനിക്കത് വലിയ അത് അത്ര ഒരു കുറവായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല. നമുക്കത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, പക്ഷെ എല്ലാവരും കണ്ടു വിളിച്ചു അഭിനന്ദിച്ചു, നിമിഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, സന്തോഷമല്ലേ. അത് മാത്രല്ല തൃശ്ശൂരിൽ നടന്ന പുലിക്കളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. അതെ അല്ലെ, അതെ. ഞാൻ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുവായിരുന്നെങ്കിൽ എനിക്ക് പുലികളിക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നോ? അല്ല, ഇല്ലായിരുന്നല്ലോ, പറ്റില്ലായിരുന്നു. ഞാൻ 2 കളിപ്പിച്ച് ഇറങ്ങിയോണ്ടല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റി. എങ്ങനെയാണ് പുലിക്കളിക്ക് ഇറങ്ങാമെന്ന്? പുലികളി എനിക്കിഷ്ടമാണ്. ഞാൻ അതായത് നമ്മളൊരു 3-4 വർഷമായിട്ട് ഞാൻ പുലികളി കാണുന്ന വ്യക്തിയാണ്. അപ്പൊ ഇറങ്ങുമ്പോഴും ഇപ്പൊ എന്റെ അനിയത്തി ഉണ്ട്, അവളെ വീട് തൃശ്ശൂർ, അവളെ കല്യാണം കഴിപ്പിച്ചിരുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ പുലികളി കാണുമ്പോൾ അവളുടെ വീടിന്റെ മുകളിൽ നിന്നിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ജനത്തിരക്കല്ലേ. അപ്പൊ അവിടെ പുലികളിയുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ താഴെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദിയാസന, അപ്പൊ അവളോട് ഞാൻ പറഞ്ഞടാ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഈ എന്താണ് ഒരു കുട്ടി ഇറങ്ങിയെന്നല്ലോ, പാർവതി, കഴിഞ്ഞ വർഷം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്കൊന്ന് ഇറങ്ങിക്കൊടുന്നു ചോദിച്ചു നോക്കാന്നും പറഞ്ഞു അവളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഒരു ഫ്രണ്ടിനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്താം, രതീഷേട്ടൻ. അപ്പൊ നമ്മുടെ രതീഷേട്ടനെ പരിചയപ്പെടുത്തി തൃശ്ശൂരുള്ള. അപ്പൊ ചേട്ടൻ പറഞ്ഞു എടി ഞാൻ നിനക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ എന്താ പറയാ അയ്യന്തോള് ടീമിലേക്കൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അയ്യന്തോള് ടീമിൽ ചെന്നപ്പോൾ അവർ നമ്മളെ ഇറക്കിയില്ല, ലേഡീസിനെ ഇറക്കില്ല. ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു, അല്ല ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇറക്കാൻ പറ്റില്ല, ലേഡീസിനെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞത് ഭയങ്കര സങ്കടമായി പോയി. അത് കഴിഞ്ഞ് രതീഷേട്ടൻ പറഞ്ഞു നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് പൂങ്കുന്നം സീതാറാം മിൽ ദേശത്തിലേക്ക് സജസ്റ്റ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു 1 മണിക്കൂറിൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുലികളിക്ക് നമ്മൾ ഇറങ്ങി നമ്മുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ. നമുക്ക് എന്താഗ്രഹം ഇപ്പൊ പ്രളയമൊക്കെ വരാൻ പോണു, പുല്ലിപ്പയ്യറൊക്കെ പൊട്ടാൻ പോണു, ഇന്നോ നാളെയൊക്കെ തീരും കേട്ടോ. ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടു നടന്നു, പിന്നെ വല്ലതും പറഞ്ഞിട്ട് പക്ഷെ ഇത് വലിയ കാര്യമൊന്നുമില്ല. അത് വെറുതെ എന്റെ നാവിന്റെ ഭംഗി കളയാൻ വേണ്ടി വന്നിരിക്കുന്നത്, വലിയ കാര്യമൊന്നുമില്ല. എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ഇതൊക്കെയാണ് നമുക്ക് പറ്റും നമ്മുടെ ലൈഫിൽ. അത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേ മുതല് ഞാൻ വരുമ്പോ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് വന്നത്. എന്തായിരിക്കുവോ അഹങ്കാരം, തല തെറിച്ച സ്വഭാവവും എന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്താ ഇത് ആവശ്യമുണ്ടായിരുന്നു. ഇത് പാവടാ, പച്ചപ്പാവം, ശരിക്കും പച്ചപ്പാവടാ. ഞാൻ പോയി മീറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേഡി, അതെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലേഡി. അപ്പൊ ആ ഒരു സ്വീറ്റ്നെസ്സില് ഒരു പുലിക്കളിയില് 2 സ്റ്റെപ്പ് വെക്കാമോ? പക്ഷെ മ്യൂസിക് ഇല്ലല്ലോ. മ്യൂസിക് ഞാൻ വെച്ച് തരും. മ്യൂസിക്കിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ കൂടെ കളിക്കുന്നോ, പഠിപ്പിച്ചോ? അടുത്ത ഒരുമിച്ച് പെൺപിളകളൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ടോ? കളിക്കാൻ തോന്നില്ല കണ്ടിട്ട്? എനിക്കിതറിയില്ല. ഇപ്പൊ ഒരു പുലിക്കളി നമ്മൾ ലൈവായി കണ്ടിരിക്കുകയാണ്. ചെറിയൊരു പുലിക്കളിയുടെ ഒരു ചെറിയൊരു ഭാഗം അല്ലെ. ദാറ്റ്സ് നൈസ്, സൂപ്പർ. അപ്പൊ ഈ പ്രാവശ്യത്തെ പുലിക്കളി കാണാൻ പറ്റുമോ? കാണണം. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയമായതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ ചേച്ചിനെ കാണാനായിട്ട് പറ്റും തീർച്ചയായും. ഇനിയിപ്പോ ഞങ്ങള് ക്യാമറ ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങണം തന്നെയാണ് എല്ലാ പുലികളിക്കും. ഓ വാവ്. ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഒരു തമിഴ് മൂവിയാണ്, അപ്പൊ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതിനകത്ത് ശ്രീകാന്ത് ആണ് നായകൻ, തമിഴില്. അതിന് ആലോചിച്ചോണ്ടിരിക്കുന്നു, കൺഫേം ആയിട്ടില്ല. വേഷമൊക്കെയാണ്, പക്ഷെ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. അപ്പൊ നല്ല വേഷങ്ങൾ ഇനിയും ചേച്ചിനെ തേടി വരട്ടെ. ഇപ്പോൾ നെഗറ്റീവ് കമന്റ്സിനൊക്കെ മലത്തിയടിച്ച് ഇനിയും ആ ഒരു സക്സസിലേക്ക് മുന്നേറാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ പിരിയുന്നതിന് മുന്നേ നമുക്ക് നിമിഷ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വന്നാലോ? വഴിയെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. എന്നോട് ദേഷ്യമുള്ള ആൾക്കാരൊന്നും ഈ വഴിയൊക്കെ ഇതൊക്കെ ഇപ്പൊ തന്നെ മറന്നേക്കാം. ഈ വഴിയൊന്ന് ശരിക്കും പറഞ്ഞാലാണെങ്കിൽ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എളുപ്പമായിരുന്നു വരാൻ. അത് ശരി, ഗുണ്ടേ അല്ല ഒരു ഗുണ്ടേനെയും കൊണ്ടാണല്ലോ ദൈവം ഞാൻ
എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ ലൈവ് വരുന്ന ഭയങ്കര വ്യൂസ് ആണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും ഒച്ചപ്പാട് വേളൊക്കെയാണ്. ഭീഷണിയുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്റെ ഇൻബോക്സിലേക്ക് ഭീഷണിപ്പെടുത്തുന്നത്. ചാനല് അതൊക്കെ ഉണ്ട്, തട്ടിക്കളയും മര്യാദക്ക് ലൈവ് ആരായിരിക്കും ഇത്തരം ഐഡിയ ആണ്. കമന്റ്സുകൾ? ഫേക്ക് ഐഡിയ ഒന്നും പ്രൊഫൈൽ ഉള്ളതൊന്നും ഇല്ല, എല്ലാം കണ്ട് എനിക്ക് തോന്നുന്നു ഈഗോ ആരാധകരാണ്. എന്നിട്ട് എന്നെ കൊല്ലണത് എനിക്ക് തോന്നണേ എന്റെ ലൈവ് അല്ല, ഈ ലൈവ് കണ്ടിട്ട് അതായത് അതല്ല, ഈ ലൈവ് ചേട്ടന്മാര് ലൈവ് കാണുമല്ലോ, ഇവരുടെ ഭാര്യമാര് ഇതാണ് അമ്മ, ഇതാണ് എന്റെ അമ്മ. വാ ഇറങ്ങി വാ, ഇതാണ് എന്റെ ഫാമിലി. ഇത് വിജോ ചേട്ടനെ അറിയാം. ചേട്ടനെ അറിയാത്തവരാരുമില്ല, ബാക്ക് ബോൺ ആയിട്ട് ചേച്ചിക്ക് നിൽക്കുന്ന ആ ഒരു വ്യക്തിത്വം. നമസ്കാരം. എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യണേ? അയ്യോ അതല്ലേ ഇപ്പൊ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കാലത്ത് വരെ റബ്ബർ വെട്ടായിരുന്നു, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. മോൾ ഇത്ര നല്ല ഫെയിം ഒക്കെ ആയി നിൽക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം, വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. അവിടെ മുന്നോട്ട് ഇതുപോലെ തന്നെ നല്ല രീതിക്ക് പോകട്ടെ എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷം. ഇതിൽ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, മോളുടെ ഇഷ്ടമാണ്, മോളുടെ എന്ത് ആഗ്രഹത്തെ ഞങ്ങൾ കൂട്ടുന്നു. അതാണ് വേണ്ടത്. അമ്മച്ചിക്ക് എന്താ പറയാനായിട്ടുള്ളത്? എനിക്ക് ഇത് തന്നെയൊക്കെ പറഞ്ഞത്, കൊച്ചു നല്ല രീതിക്ക് പോകണം. അതെ, ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉള്ളപ്പോൾ അരെ പ്രേക്ഷകർ നിങ്ങൾ എന്താണ് പറയാനായിട്ടുള്ളത്? പിന്നെ ഇതാര് പഠിപ്പിച്ചതാ? ഇത് വന്നപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്ന ഡയലോഗാണ്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റ്സിനോട് പ്രതികരിച്ച് ഇങ്ങനെ എന്റെ സ്വന്തം അനിയത്തിയാ. കാണുമ്പോ ഞങ്ങൾ തമ്മിൽ ചേർച്ചൊന്നും ഇല്ലെങ്കിൽ എന്റെ സ്വന്തം ഒരു ചർച്ചയില്ല. ശരിയാണ് അല്ലേ? ഒരു ചർച്ചയില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയ ചേർച്ചില്ലേ? അതെ ശരിയാണ്. ഇങ്ങോട്ട് നോക്കിയ ചേർച്ചില്ലേ? ഒപ്പിക്കാം, ഒപ്പിക്കാം. ഇത് ഹസ്ബൻഡാണ്. ഹലോ, പേര് ബിജോയ്. അത് ബിജോ, ഇത് ബിജോയ്. ബിജോയ്, ഒരു വൈ വ്യത്യാസം. അത് നിങ്ങൾ എങ്ങനെ? അതോ ഒത്തൊരുമ. എടാ ഇവരുണ്ടല്ലോ, ഇനിയും ഷീച്ച് മാത്രല്ല കേട്ടോ, ഒരു ഫാമിലി അടിപൊളിയാണ്, പൊള്ളിയാണ്. പിന്നെ മക്കൾ അവിടെ ഉണ്ട്, ഞാൻ പിന്നെ അധികം അവരെ കൊണ്ടുവരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ കാണിക്കാത്തത്. അപ്പൊ രണ്ട് മക്കള്, ഇതാണ് ഞങ്ങളുടെ ഫാമിലി, ഇതാണ് എന്റെ വീട്. കാണിക്കാനുള്ള വീടൊന്നും ഇല്ല, ഇതിലുള്ള വീട്. പക്ഷെ എന്നാലും ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോ ആനയൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ആനയൊക്കെ ഉള്ള തറവാടൊക്കെ. ഒരാനയല്ല, 9 ആന. 9 ആനയുള്ള തറവാടുണ്ട്. നിമിഷ, അതൊരു ഡയലോഗ് ഉണ്ടല്ലോ, നിമിഷ ബിജോയെ തൊട്ടാലുണ്ടല്ലോ ആന ചോദിക്കും. ആന മാത്രല്ല, എടാ ഞാൻ തോറ്റു പോവാ. അപ്പൊ വളരെ സക്സസ്ഫുൾ ആയി ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്റ്റോറി സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ വീഡിയോസ് ഒക്കെ കാണണം. ഇനി എന്തായാലും ഞാൻ കാണുമല്ലോ. ഇനി എന്തായാലും കാണുക മാത്രല്ല, ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നും തുടങ്ങി മോളെ നിന്റെ സമയമാണ്, നീ ഏറില്ല, ഒരു സംശയമില്ല. നിന്റെ കാര്യം തീരുമാനമായി. ആരോടത്ത നീ വന്ന് വെട്ട? നിമിഷ ബിജോ. അയ്യോ നാവ് പൊന്നവട്ടെ, ഇങ്ങനെ മാറുന്നു തോന്നുന്നു. ഒരു വലിയൊരു വേറൊരു വൈബായിരുന്നു ഇന്നത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫാമിലി ആൻഡ് ഓൾസോ താങ്ക് യു. സൂപ്പർ, നൈസ്.